നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കൊലപാതകങ്ങളെ പറ്റിയാണ്. അതും കൊലപാതകികളായിട്ട് വരുന്നതെല്ലാം അധികവും യുവാക്കളാണ്. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കൊലപാതകങ്ങളെ പറ്റി കേൾക്കുന്ന ഇത് ആദ്യമായിട്ടാണ്. ഇന്നിപ്പം മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണമെന്ന്. ഈ പൊതുസമൂഹം എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ജനങ്ങളും നിയമ സംവിധാനവും ഗവൺമെൻറ്റും പ്രതിപക്ഷവും പോലീസും എല്ലാം ഉൾപ്പെടുന്നതാണെന്ന് ഞാൻ കരുതുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു കാര്യക്ഷമമായ രീതിയിൽ ഒരു നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ നശിച്ചു പോകുമെന്ന് ഉറപ്പാണ്. ഇപ്പം തന്നെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കൊലപാതകം നടത്തിയിരിക്കുന്നത് 15 വയസ്സുള്ള ഒരു കുട്ടി, 15 വയസ്സുള്ള 5 കുട്ടികൾ ചേർന്നാണ് നടത്തിയെന്ന് പറയുന്നു. ഇവർ മൊബൈൽ ദുരുപയോഗം ചെയ്തതുകൊണ്ട് മാത്രമാണെന്നോ ഗെയിമിങ് ചെയ്തുകൊണ്ട് മാത്രമാണോ ഇവർക്കിത് തോന്നിയതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നെങ്കിൽ ഇവർക്ക് ബ്രെയിൻ വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള എന്തോ മാരകമായ ഡ്രഗ്സ് ഇവരുടെ ഉള്ളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ ആരോ വയലൻസ് പഠിപ്പിച്ച് വിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായിട്ട് ഇവർക്ക് എങ്ങനെ ഒരു സഹപാഠിയെ കൊല്ലാൻ പറ്റുന്നു? അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കാര്യക്ഷമമായ രീതിയിൽ ഇതിനകത്ത് ഇടപെടണം. ജനങ്ങൾക്ക് മാത്രമായിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് സ്കൂളുകളിൽ ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കണം. ആ കമ്മിറ്റി നിഷ്പക്ഷമായിട്ട് ഉത്തരവാദിത്തപരമായിട്ടും പ്രവർത്തിക്കുന്ന, വേണമെങ്കിൽ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് അമ്മമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് വന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ മാതാപിതാക്കൾക്കും ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ള സഹപാഠികൾക്കും ആ സ്കൂളിൽ പഠിക്കുന്ന ബാക്കി കുട്ടികൾക്കും എല്ലാം വന്ന് സംസാരിക്കാനുള്ള ഒരു ഉറപ്പ് അവർ കൊടുക്കണം. അതായത് ഇപ്പം അവർ പലരും തുറന്നു പറയാത്തത് അവരുടെ കുടുംബത്തിന് ഭീഷണി നേരിടാൻ സാധ്യതയുണ്ട്, അവരുടെ കുട്ടികളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ തുറന്നൊന്നും പറയാത്തത്. ഇത് നിഷ്പക്ഷമായിട്ടും നല്ല രീതിയിലും പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി ആണെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് വന്നത് പറയാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എല്ലാ സ്കൂളുകളിലും ഒന്നും വാച്ച് ചെയ്യാനൊന്നുമുള്ള പോലീസുകാരൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കണം. പുറത്ത് വാച്ച് ചെയ്യാനോ, അതായത് നമ്മുടെ സ്കൂളിലേക്ക് പുറത്തുനിന്ന് ഡ്രഗ്സ് പോലത്തെ സാധനങ്ങൾ എത്തിക്കുന്നുണ്ടോ, അതാരൊക്കെയാണ് എത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഷാഡോ പോലീസ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ശരിക്കും അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അല്ലാതെ ഇത് നിർത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ, അത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളും അതിനകത്തുണ്ട്, അവർക്ക് മര്യാദയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുപോലെ തന്നെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാട്ടുകാർ കളിയാക്കും, അല്ലെങ്കിൽ വീട്ടുകാർ കളിയാക്കും, നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ദുരഭിമാനം വിട്ടോണ്ട് ഇതൊരു ചുക്കും സംഭവിക്കത്തില്ല. എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വേണ്ടത്, അവരെ രക്ഷിക്കണം, അതിനായിട്ട് ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് അമ്മമാർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. അമ്മമാരിറങ്ങിത്തിരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അമ്മമാരെത്രയും വലിയ ശക്തി വേറെ ആരുമില്ല. അതുപോലെ ചെയ്യാൻ വേറെ ആർക്കും പറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരിറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇതിനൊരു നടപടി എടുക്കണം. പിന്നെ അടുത്തത് ചെയ്യാനുള്ളത്, എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ഇങ്ങനെ സമയം കിട്ടുന്നു ഈ ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും, അവർക്ക് മൊബൈൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കാനും ഒക്കെയുള്ള സമയം എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഇതുവരെ. അവരുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിനകത്ത് ബുദ്ധിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്, കായികപരമായിട്ട് ശക്തിയുള്ളവരുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്. അവരുടെ ഒന്നും ബുദ്ധിയും ശക്തിയും ഒന്നും പ്രയോഗിക്കാൻ ഒരവസരവും ഇവിടെയില്ല. അവർക്ക് വേണ്ടി സ്വിമ്മിംഗ് പൂൾ എല്ലാ പഞ്ചായത്തിലും, സ്വിമ്മിംഗ് പൂൾ, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവയൊക്കെ കളിക്കാനുള്ള സംവിധാനങ്ങളും നല്ല, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കുകൾ ഉള്ള നല്ല വായനശാല, അതുപോലെ ജിം എല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം എല്ലാ പഞ്ചായത്തിലും. എന്നിട്ട് അവരെ ബോധവൽക്കരിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് അവരുടെ ശ്രദ്ധയെ അതിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ടൈം മൊത്തം അവർ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തും, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ പുതിയൊരു ജനറേഷനെ വാർത്തെടുക്കേണ്ടത്. അതിനൊരവസരവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ
ഇതിലേക്ക് അവരുടെ ശ്രദ്ധ പോവുകയും അവർ നശിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതൊക്കെ എത്രയും പെട്ടെന്ന് കേരളത്തിൽ ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ അടുത്ത തലമുറ തീർന്നു. പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. പ്രളയ സമയത്ത് പക്ഷേ വീട് നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് എങ്ങനെയെങ്കിലും പൈസ സ്വരൂപിച്ച് വീടുണ്ടാക്കി കൊടുക്കാം. പക്ഷേ ഈ കുട്ടികൾ, അടുത്ത ജനറേഷനിലുള്ള കുട്ടികളെല്ലാം ഡ്രഗ് അഡിക്ട്സും ഒരു ഉത്തരവാദിത്വമില്ലാത്തവരുമായിട്ട് തീർന്ന അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. അത് ചിലപ്പം നടക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കുക. ഒരു വിഷമവും വിചാരിക്കരുത്. പുറത്തിറങ്ങി പറയാനോ ഇത് ശരിയല്ലെന്ന് പറയാനോ ഇതിനെപ്പറ്റി തുറന്നു പറയാനോ ഒരമ്മമാരും വിഷമം വിചാരിക്കരുത്. കാരണം ഏറ്റവും വലുത് നമുക്ക് നമ്മുടെ മക്കളാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. നമ്മൾ ധൈര്യപൂർവ്വം വഴിയിലിറങ്ങി പ്രതിഷേധിച്ചാൽ ഒരു ഗവൺമെൻറ്റിനും ഒരു സംവിധാനങ്ങൾക്കും ഇത് നടത്തിത്തരാതിരിക്കും.